ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് നടന്ന ആത്മഹത്യയെക്കുറിച്ച് നിങ്ങളൊക്കെ അറിഞ്ഞതും വായിച്ചതും കേട്ടതുമാണ്. നമ്മൾ പൊതുവായി നോക്കുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളമാണ് ഇന്ത്യയിലെ മറ്റു എല്ലാ സംസ്ഥാനങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ ആത്മഹത്യയുടെ വിഷയത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ കൂട്ടത്തോടെ കുടുംബസമേതം ആത്മഹത്യ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ കേരളം നിലകൊള്ളുന്നത് 2-ാം സ്ഥാനത്താണ്. അതുപോലെ തന്നെ തൊഴിലില്ലായ്മയുടെ വിഷയത്തിൽ യുവാക്കൾ ആത്മഹത്യ ചെയ്യുന്ന കാര്യത്തിൽ കേരളം നിൽക്കുന്നത് 1-ാം സ്ഥാനത്തുമാണ്. ഇത്തരത്തിൽ നോക്കുമ്പോൾ NCRBയുടെ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഓരോ വർഷവും ഇതിൻ്റെ നിരക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2022 മുതൽ 26 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ 22-നേക്കാൾ 23-ൽ എണ്ണം കൂടുതലാണ്, 23-നേക്കാൾ 24-ൽ കൂടുതലാണ്, 25-ൽ അതിനേക്കാൾ കൂടുതലാണ്, 26-ൽ ഔദ്യോഗികമായ കണക്കുകൾ വന്നിട്ടില്ല. പക്ഷേ ഈ നിലക്കുള്ള പത്രവാർത്തകളും ന്യൂസുകളൊക്കെ കാണുമ്പോൾ അത് ഇനിയും വർദ്ധിക്കുമോ എന്ന ആശങ്ക നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുകയാണ്. പല വിഷയത്തിന്റെ പേരിലാണ് ആളുകൾ ആത്മഹത്യയിലേക്ക് വരുന്നത്. ഒന്ന് അക്കാദമിക് സമ്മർദ്ദങ്ങളാണ്, കുടുംബ വഴക്കുകളാണ്, സാമ്പത്തിക പ്രതിസന്ധികളാണ്, അതുപോലെ തന്നെ തൊഴിലില്ലായ്മയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പേരിൽ ആത്മഹത്യ ചെയ്തതുകൊണ്ട് എന്താണ് ഫലം എന്ന് ആരും ചിന്തിക്കുന്നില്ല. ഇനിയിപ്പോൾ ആത്മഹത്യ ചെയ്തു പോയവരോട് നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളിൽ കുടുങ്ങി നിൽക്കുന്നവരോട് പറയാനുള്ളത് ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതത്തിൽ എന്തു പ്രയാസം വന്നാലും അതിനൊക്കെ പരിഹാരമുണ്ട് എന്നുള്ളതാണ്. ഒറ്റയടിക്ക് നമ്മൾ ഇത്തരത്തിലുള്ള കടുംകൈകൾ ചെയ്താൽ അതിലൂടെ നമ്മൾ വഞ്ചിക്കുന്നത് നമ്മെ സ്നേഹിച്ച് നമ്മെ കൂടെ നിൽക്കുന്ന ഭാര്യയെയും നമ്മുടെ മക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ സൗഹൃദങ്ങളെയുമാണ്. അതുകൊണ്ട് ഇതൊരു പരിഹാര മാർഗമായി നമ്മൾ കാണരുത്. ഒരു തരത്തിൽ പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് ഈ ആത്മഹത്യയുടെ വിഷയത്തിൽ വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. അഥവാ ഒരു പെൺകുട്ടി, ആൺകുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ പത്രവാർത്തകളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കാണുന്ന തലക്കെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അവൾ അല്ലെങ്കിൽ അവൻ വേദനകളില്ലാത്തൊരു ലോകത്തേക്ക് യാത്രയായി എന്നാണ്. അത് നൽകുന്ന സന്ദേശം എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അഥവാ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നവർ ഈ വാർത്ത കാണുമ്പോൾ എനിക്കും ആത്മഹത്യ ചെയ്താൽ ഇത്തരത്തിൽ വേദനയില്ലാത്ത ലോകത്തേക്ക് യാത്രയാവാം എന്ന വലിയ ഒരു തെറ്റായ സന്ദേശമാണ്. അതുകൊണ്ട് അത്തരത്തിൽ വാർത്തകൾ കൊടുക്കുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഒരു വർഷം തന്നെ 2-ഉം 3-ഉം PTA മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നതാണ്. ആ PTA മീറ്റിംഗ് നടക്കുന്ന സമയത്താണ് രക്ഷിതാക്കളും അധ്യാപകരും മാനേജ്മെൻ്റൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടുന്നത്. ആ സമയത്താണ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ കൂടുതലായി ഡിസ്കസ് ചെയ്യാനും അതിൽ തീരുമാനമെടുക്കാനും നമുക്ക് സാധിക്കുന്നത്. എന്നാൽ ആ സമയത്ത് എന്താണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാറുള്ളത്? സ്കൂളിൻ്റെ നിലവാരവും ഫുൾ A+ ലഭിക്കാനുള്ള ചർച്ചകളും കുട്ടികളെ അക്കാഡമിക് ലെവലിൽ എങ്ങനെ മുന്നോട്ടെത്തിക്കാം, അവരുടെ പഠന നിലവാരം എങ്ങനെ ഉയർത്താം എന്നതു മാത്രമാണ്. അതൊന്നും ചർച്ച ചെയ്യണ്ട എന്നല്ല, അതൊക്കെ ചർച്ച ചെയ്യണം. പക്ഷേ എന്തിനാണ് വിദ്യാഭ്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാനാണ്, അവൻ്റെ മനസ്സിന് ബലം കിട്ടാനാണ്, പ്രതിസന്ധികളിൽ തളരാതെ അവനെ പിടിച്ചു നിർത്താനാണ്. അവൻ പഠിച്ച വിദ്യാഭ്യാസം കൊണ്ടൊന്നും അറിവ് കൊണ്ടൊന്നും ഈ പറഞ്ഞത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ആ വിദ്യാഭ്യാസം വേസ്റ്റാണ്. അപ്പോൾ ഈ PTA മീറ്റിങ്ങുകളിലൊക്കെ ഇത്തരത്തിൽ കുട്ടികളുടെ മാനസികാരോഗ്യം, അവരുടെ ചിട്ട, അവരുടെ സ്വഭാവം, അതിൻ്റെ ഉന്നതിക്ക് കൂടെ വേണ്ട ചർച്ചകൾ നടത്തിയാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് നല്ലൊരു ഭാവി തലമുറയാണ്. അപ്പം എൻ്റെ വളർന്നു വരുന്ന യുവാക്കളോട്, അതല്ലെങ്കിൽ ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഇത്തരത്തിലുള്ള കടുംകൈകളിലേക്ക് നമ്മൾ പോകാതെ എന്തു പ്രശ്നത്തിനും പരിഹാരം അപ്പുറത്തുണ്ട്, അതെന്താണ് എന്ന് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ദൗത്യം. ഒരുപക്ഷെ ആ പരിഹാരം വരാൻ അല്പം താമസിച്ചേക്കാം. എന്നിരുന്നാൽ പോലും അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക എന്നല്ലാതെ ഇത്തരത്തിലുള്ള കടുംകൈകൾ നമ്മൾ പ്രവർത്തിച്ചാൽ സമൂഹത്തിൽ എന്നും തോറ്റുപോയവനായി മാത്രമേ നമ്മൾ സ്മരിക്കപ്പെടുകയുള്ളൂ എന്ന് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ വേദനകളില്ലാത്തൊരു ലോകത്തേക്കല്ല ഇതിലൂടെ നമ്മൾ യാത്ര പോകുന്നത്, മറിച്ച് ഒരുപാട് വേദനകൾ മറ്റു പലർക്കും സമ്മാനിച്ച് വേദനകൾ നിറഞ്ഞ ഒരു ലോകത്തേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.